Yes, Yes, we are back. and we are on live. Good evening, all. Welcome to Let's Update Language Academy. Good evening, And all. This is Priyanka Pratas from Let's Update Language Academy, and this is I'm Harish from Let's Update Language Academy, and we are back with yet another OET examination yes scrutiny. review. Okay, so this is at 9 o'clock. So definitely after this exam review, we'll be always meeting at this 9 o'clock. I hope you might have checked the new title, isn't it? Yeah. Let's meet at 9. So be ready at 9 after every examination. We'll be here. Okay, I think let's wait for the students to join. yes. And also, we are doing the same live on YouTube. Yes. All right. So tell me, how was your examination? എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും എക്സാംസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു ലോങ് എക്സാം ഡേ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ വന്ന് റെസ്റ്റ് ഒക്കെ എടുക്കുമായിരുന്നു. ഈവൻ കുറേ കമൻസ് ഒക്കെ വന്നപ്പോൾ മാം ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് വന്ന് സെറ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് എക്സാംസിൻ്റെ റിവ്യൂസ് ഒക്കെ അങ്ങനെയൊക്കെയാണ് വന്നത്. സോ ഐ ഹോപ്പ് എല്ലാവരും റിലാക്സ്ഡ് ആയി എക്സാംസിൻ്റെ ആ ഒരു ഡിസ്കഷനും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. സോ നമുക്കിനി ഈ ഒരു ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എക്സാം എഴുതി കഴിഞ്ഞ സ്റ്റുഡൻസ് ലെറ്റ്സ് ഹാവ് എ പീസ്ഫുൾ 2 weeks എന്നിട്ട് റിസൾട്ട് വരട്ടെ അല്ലേ. അതിനെപ്പറ്റി നമ്മൾ ഓവറായിട്ട് കൺസേൺഡ് ആയി ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. യെസ്, സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. ആൻഡ് ടു ദ കമ്മിങ് എക്സാം ടേക്കേഴ്സ്, യു ഹാവ് നോ ടൈം ടു റെസ്റ്റ്. ഇറ്റ്സ് ഹൈ ടൈം ടു ബി ആക്റ്റീവ്. സോ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ എക്സാംസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുക. നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. എന്താണ്, നമുക്ക് വി ഹാവ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. സോ a proper use of media is like screening out the unnecessary and looking strongly to the necessary information, isn't it? So I'm very happy to say that ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ മെയ് ഫസ്റ്റ് വീക്ക് നടന്ന എക്സാം എന്ന് പറയുന്നത് ഇത് നമ്മുടെ 6th മന്തിൻ്റെ എക്സാമാണ്. ആസ് എ ഒരു റെഗുലർ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ട്, നോട്ട് ഓൺലൈൻ ആണെങ്കിൽ അതിലും കുറെ കഴിഞ്ഞു. അതെ, ഇപ്പൊ ഓഫ്ലൈൻ ആയിട്ട് ഇതൊരു 6th ഓൾമോസ്റ്റ് ലൈക്ക് an year അല്ലേ. in online it's almost like an year, but offline ഇതൊരു ഹാഫ് മന്തിന്റെ ഫസ്റ്റ് എക്സാമിനേഷൻ ആണ്. ഹാഫ് ഇയറിന്റെ ഫസ്റ്റ് എക്സാമിനേഷൻ ആണ്. സോ ഒത്തിരി സന്തോഷമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സ്റ്റുഡൻസിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി. ഐ തിങ്ക് I do not know whether I can use this opportunity to talk about ourselves, but എക്സാമിൻ്റെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഒത്തിരി ഹാപ്പിനെസ് തോന്നുന്നതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. ലൈക്ക് വി വെർ assistant professors in college, and yes, we were into the training field for around 3 years after that, and കുറച്ച് OET examiners interlocutor experience ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സോ നമ്മൾക്ക് ഈ ട്രെയിനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ആണെന്ന് മനസ്സിലായപ്പോൾ, ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് ക്ലിയർ ആയിട്ട് സ്റ്റുഡൻസിലോട്ട് എത്തുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ലൈക്ക് വി ക്യാൻ ഡു സംതിങ് എന്ന് നമ്മൾ ഓർക്കുകയും ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. That was the reason why even chose a word like let's update. So there were so many cliche and so many omens, or we can say beliefs which we have to റീകൺസ്ട്രക്ട് ഓർ ഡീകൺസ്ട്രക്ട്. നമുക്ക് കുറേ ബിലീഫ്സും ചട്ടങ്ങളും ഒക്കെ ഡീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയാണ്, അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ലാംഗ്വേജിന് എല്ലാത്തിനും എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഐ മീൻ വെൻ വി ലുക്ക് അറൗണ്ട് ദർ ആർ ക്വാളിറ്റി എഡ്യൂക്കേഷൻസ് അറൗണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം അതല്ലാതെയും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നമ്മൾ വളരെ ചെറിയ 2 പേര് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് ഈ ഒരു 6 months ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ബേസിക്കലി വി ആർ ട്രെയിനേഴ്സ് ആൻഡ് വാട്ട് വി ഇൻറ്റൻറ്റ് ഇസ് ക്വാളിറ്റി ട്രെയിനിങ്. ഇപ്പം ചില കുട്ടികളൊക്കെ വന്നിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അല്ലെങ്കിൽ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വന്നിട്ട് ചോദിക്കുന്ന ചില ഡൗട്ട്സുകൾ കേൾക്കുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോകുന്നു. ലൈക്ക് അപ്പോൾ അത് അവരെ കുറ്റം പറയുന്നതല്ല,
ബട്ട് വി അപ്രീഷിയേറ്റ് അവർ ഇത് ചോദിച്ചത് കൊണ്ട് നമുക്ക് അവരെ ക്ലാരിഫൈ ചെയ്യാനും അതിനൊരു അവയർനെസ്സും കൊടുക്കാൻ പറ്റും. റൈറ്റ്, ഞാൻ മോസ്റ്റ്ലി ഹാൻഡിൽ ചെയ്യുന്ന റൈറ്റിംഗ് മൊഡ്യൂളാണ് OIT-യിൽ. IELTS-ലാണെങ്കിലും റൈറ്റിംഗ് മൊഡ്യൂളാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. മാം ഡീൽസ് വിത്ത് സ്പീക്കിംഗ് മൊഡ്യൂൾ. ആൻഡ് ഓൾസോ വി ഹാവ് സ്പെഷ്യൽ ഫാക്കൽറ്റീസ് ഫോർ റീഡിംഗ് ആൻഡ് ലിസണിങ് ആസ് വെൽ. ഡോക്ടർ ലെവലിൽ തൊട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് റീഡിംഗ്, ലിസണിങ്, സോ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നേ ബട്ട് വി ഡു ടേക്ക് ഇന്റർചേഞ്ചബിളി. അപ്പോൾ നമുക്ക് ഡോക്ടറേറ്റ് ലെവൽസിലുള്ള റീഡിംഗ് ലിസണിങ് ട്രെയിനേഴ്സ് വരെ നമുക്കിവിടെ ഉണ്ടല്ലേ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ ചില കുട്ടികളൊക്കെ വന്നിട്ട് ചോദിക്കുന്ന കാര്യം, സാർ ഇവിടെ OIT-ൽ പുതിയ അപ്ഡേറ്റ് വന്നു എന്ന് കേട്ടു, റൈറ്റിങ്ങിൽ ഇവിടെ വേണ്ട, വേണ്ട, അല്ലെങ്കിൽ വേണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മൾ സ്റ്റക്കായി പോകുന്നത്. ബിക്കോസ് ഒരിക്കലും ലാംഗ്വേജിൽ നമുക്ക് ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ OIT 2.0 അല്ല 10.0 വന്നാലും അതൊരിക്കലും ഒരിക്കലും ലാംഗ്വേജ് ഈസ് ലാംഗ്വേജ്. അതിന് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരിക്കലും അതിൽ നമുക്ക് അപ്ഡേറ്റ്സ് കൊണ്ടുവരാൻ പറ്റില്ല. ഫോർമാറ്റിൽ ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം കേസ് അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്ന് പറയുന്നൊരു വേർഡ് ലെറ്ററിൽ ഉപയോഗിക്കരുത് എന്ന് OIT റെക്കമെൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് അപ് ടു ദം അല്ലേ. അത് ഡെഫിനറ്റ്ലി അതിനൊരു ജസ്റ്റിഫിക്കേഷനും ഉണ്ട് അല്ലേ. പക്ഷെ ഇവിടെ ഇനി തൊട്ട് വേണ്ട എന്നൊരിക്കലും OIT ഒഫീഷ്യൽസിന് പറയാൻ പറ്റില്ല. അത് OIT ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുമില്ല. ദീസ് ആർ ഓൾ മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. അപ്പം അങ്ങനെയുള്ള ട്രാപ്പിലൊന്നും കുട്ടികൾ പെടാതിരിക്കട്ടെ. And yes, I think we have got some messages. And please tell us that are we audible? അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങളുടെ കമൻസ് ഒക്കെ വളരെ വാല്യുബിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നിങ്ങളുടെ കമൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, അതിനെ പ്രോപ്പറായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. സോ പ്ലീസ് ലെറ്റ് us know whether we are audible. Okay, എക്സാമിനെ പറ്റിയിട്ടൊക്കെ ഇൻഫർമേഷൻ ഒക്കെ വരുന്നുണ്ട്. സർ, I think we can go to the comments. And before that, OIT സ്റ്റുഡൻസ് പലരും ഇപ്പം നമ്മൾ എൻക്വയറിയൊക്കെ ആയിട്ട് വിളിക്കുമ്പോൾ പറയുന്നത്, സാർ ഞങ്ങൾ 2-3 തവണ എക്സാം എഴുതിയ കുട്ടികളാണ്, അല്ലെങ്കിൽ ഒരുപാട് തവണ എക്സാം എഴുതുന്നു, വി ആർ നോട്ട് ഏബിൾ ടു ക്ലിയർ, അല്ലെങ്കിൽ ചില മൊഡ്യൂൾസിനായിരിക്കും അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി എസ്പെഷ്യലി ഫോർ റിപ്പീറ്റേഴ്സ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ക്രാഷ് കോഴ്സ്. അത് നമ്മൾ 20 days, 15 days, 10 days ക്രാഷ് കോഴ്സായിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് പുതിയതായിട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മളതൊരു ലൈക്ക് ഇറ്റ്സ് ബീൻ സിൻസ് 2-3 എക്സാമിനേഷൻ അല്ലേ. നമ്മൾ ഓൾറെഡി 2-3 എക്സാമിനേഷനായിട്ടും ക്രാഷ് കോഴ്സ് ഓൺലൈനായിട്ടും റെഗുലർ സ്റ്റുഡൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻ പോലെ. ഒരിക്കലും അത് ഫ്രഷേഴ്സിന് എയിം ചെയ്തിട്ടുള്ള കോഴ്സല്ല. കാരണം ഫ്രഷേഴ്സിന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഫൗണ്ടേഷൻ മുതൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടാകണം. ഇത് റിപ്പീറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള കുട്ടികൾ, ഫൈനൽ ടച്ചപ്പ് വേണ്ടി വരുന്ന കുട്ടികൾക്കിട്ടാണ് നമ്മൾ ഈ ലൈക്ക് ദിസ് ക്രാഷ് കോഴ്സ് അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി മേക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. ഐ വുഡ് ആഡ് അപ്പോൺ ഇറ്റ്. ഈ ക്രാഷ് കോഴ്സിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് നമുക്ക് അതുവരെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു ടെൻഷൻ പോയിന്റിൽ നിൽക്കുന്നവർക്കാണ്. പക്ഷേ ഇപ്പം നമുക്ക് ജൂണിലാണ് എക്സാം ഉള്ളത്, നിങ്ങൾക്ക് ഇപ്പം സമയമുണ്ട്. അപ്പോൾ ഉടനെ നമുക്കൊരു ക്രാഷ് കോഴ്സിനെ പറ്റി ചിന്തിക്കണം എന്നില്ല. ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ 2 മൊഡ്യൂൾ 3 മൊഡ്യൂൾ വെച്ച് ഈച്ച് മൊഡ്യൂൾ എക്സാമിനേഷൻ ഒരു 1 month ലീവ് എടുത്തിരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് അതുവരെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റാതെ ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്ക് എങ്ങനെ മാക്സിമം നിങ്ങൾക്ക് ആ ഒരു നോളജ് അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് കൊണ്ടുവരാമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ ക്രാഷ് കോഴ്സ് കൊണ്ടുവരുന്നത്. അപ്പം അതിൽ നമ്മൾ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2-3 മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഡെയിലി എല്ലാ മൊഡ്യൂൾസിലും 2 പ്രാക്ടീസ് സെറ്റ്സും വിത്ത് പ്രോപ്പർ ഇൻഡിവിജ്വൽ ട്രെയിനിങ്. ആൻഡ് ഓൾസോ എൻ്റെയും മാമിൻ്റെയും ഡെയിലി റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ഡിസ്കഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വി ആർ നോട്ട് സോ പ്രൗഡ് ടു സേ, ഐ മീൻ നമ്മൾ വലിയ പ്രൗഡായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമല്ല, പക്ഷേ വി ആർ വെരി കൺസേൺഡ് അബൌട്ട് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കൊരു ഹോൾഡ് നമ്മൾ പറഞ്ഞ നമ്മളുടെ ഒരു പാറ്റേൺ എല്ലാവരിലോട്ടും എത്തിയെന്ന് ഉറപ്പ് വരാത്താൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ആഫ്റ്റർ ഓൾ ദീസ് റെഗുലർ സ്കെഡ്യൂൾസ് വി ഡു കൺസിഡർ ഓൾ അവർ ഓൺലൈൻ സ്റ്റുഡൻസ് ആൻഡ് മൾട്ടിപ്പിൾ സെഷൻസ് ആയിട്ടാണെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നത്. We do definitely speak in English as well as in Malayalam because most of our students and students are from Kerala, so like we'll switch our language. Yeah, in both English as well as in Malayalam. Okay, so that's about our crash course. And for the next examination, it is on 28th of May. Yes, that's true. The next OIT examination is on 28th of May, and for those students who are preparing their OIT for 28th of May, our 15 days crash course begins on this Monday in both online and regular. And yes, self promotion adala. No, like we from the very heart we can say that what we offer is quality training.
സോ അതിന് ആൻഡ് ആസ് ഐ സെഡ് ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്ര സ്റ്റുഡൻസ് ഉള്ളത് നമ്മളുടെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രമാണെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു വലിയ സ്റ്റേജിലോ അല്ലെങ്കിൽ വലിയ ഒരു പ്രോഗ്രാംസോ ഒന്നും കണ്ടക്ട് ചെയ്യാനായിട്ട് വി ആർ നോട്ട് അബൌട്ട് ഇൻ ടു ദാറ്റ്, ബട്ട് സ്റ്റിൽ we are confident that we give quality training. When I scroll down, I could see at least some of the institution come up with the same statements, which is appreciable. അങ്ങനെയുള്ളത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും റൈറ്റ് ആയിട്ടുള്ള ചോയ്സസ് നമ്മൾ ഒരു ട്രെയിനിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ ചോദിക്കാം. ഐ തിങ്ക് വാട്ട് ആർ ദ തിങ്സ് ദറ്റ് യു ക്യാൻ ഡു. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി നമ്മൾ പാസ് പെർസെൻറ്റേജ് നോക്കണം. അതിനകത്ത് മാനിപ്പുലേഷൻ ഇസ് സോ ഒബ്വിയസ്. പക്ഷേ അവിടെ നിങ്ങളുടെ കൂടെ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഹാവ് എ ചെക്ക്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കണം, 2-3 പേരോ അല്ലേ. അതൊക്കെയാണ് നമ്മളൊരു ഏറ്റവും കൂടുതലായിട്ട് നല്ലൊരു റിവ്യൂ എടുക്കാൻ പറ്റുക. അപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ മൗത്ത് പബ്ലിസിറ്റി വഴിയായിരിക്കാം നമ്മുടെ സ്റ്റുഡൻസ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടോ, അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് കമ്പയർ ചെയ്യുക. ബിക്കോസ് ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് എത്ര രൂപയാണ് നിങ്ങൾ ഇതിന് വേണ്ടി മുടക്കുന്നത്. സോ ഇറ്റ് ഇസ് മാറ്റർ ഓഫ് യുവർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പം നമ്മളെ പറ്റിയാണെങ്കിലും നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രമേ വരാവുള്ളൂ എന്നുള്ളതാണ്. So that is it. Okay, let's move back to the comments. Yes. So I could see a few, I think quite good number of viewers in YouTube as well. So can I have some hi and your presence? Please make your presence here. Okay, so Nimi, hi. Hi okay. Nimi. Rajana Shafiq. Good evening, Rajana Shafiq. Okay. Nima told me right into the discussion. I think she's a bit restless. Okay, Nima, reading and listening A part was okay. So how was the rest, Nima? Reading, listening part B and C എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സിയ, hi Siya, how are you? Thank you for your constant support, Siya. Okay. Vinitha, could you speak English? Oh, yeah. Definitely. Yeah. And Abel is also frequent. I remember reading out your name always. Thank you for the constant support. Biji again. I think she's a student, right? Yes. And Sharon. Hi Sharon. Hi Sharon. 2 Sharon ഉണ്ട്. എനിക്ക് സെക്കൻഡ് നെയിം ഷുവർ അല്ലാത്ത കാരണം 2-3 Sharon ഉണ്ട് നമുക്ക്. So hi Sharon. Good evening. IELTS fee structure for 15 days. Definitely you can contact the number given in this particular page itself. Definitely you'll get the details. Okay. In detail. Okay. Fine. And coming to the point, please tell about the reading and listening. എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള ഒരു ജനറൽ ഐഡിയ നമുക്ക് തരിക. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ റീഡിംഗ് ആൻഡ് ലിസണിങ്? എപ്പോഴും നമുക്ക് മിക്സ്ഡ് റിവ്യൂസ് ആണല്ലേ റീഡിംഗ് ആൻഡ് ലിസണിംഗിൽ വരുന്നത്. And how was your speculation this week? Yes, I was about to come. Like, I do not want to often say about it. Like, let the students comment on it. കാരണം ഒത്തിരി സ്റ്റുഡൻസ് എനിക്ക് പല യൂട്യൂബിൽ very good response today from students who have regarding your speaking module. Yes, സ്പീക്കിംഗ് മൊഡ്യൂളിനെ പറ്റി അവർ വളരെ സില്ലി ആയിട്ട് നിസ്സാരമായിട്ടാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ചെയ്തതൊക്കെ തന്നെയായിരുന്നു എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലാണ്. റീഡിങ് എങ്ങനെയായിരുന്നു? സി പാർട്ട് ഇച്ചിരി കൺഫ്യൂസിങ് ആയിരുന്നു. സി പാർട്ട് വാസ് ക്വൈറ്റ് ടഫ് എന്ന് കുറച്ച് സ്റ്റുഡൻസ് പറഞ്ഞു. ലിസണിങ്ങിന്റെ കാര്യം ഈ പാട്ട് ഭയങ്കര ഈസി ആയിരുന്നു. അവർ ഭയങ്കര ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്ത് പറയുമ്പം സ്പീക്കിംഗ് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ പോയി. സോ ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് വിച്ച് ഐ ടേക്ക് റിഗാർഡിങ് സ്പീക്കിംഗ് മൊഡ്യൂൾ. ആൻഡ് റൈറ്റിങ്ങിനെ പറ്റിയും അവർക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കേസ് നോട്ടും ഒക്കെ പറയാനുണ്ട് കേട്ടോ. എനിവേ, കമ്മിങ് ടു ദ ലിസണിങ് പാർട്ട്. ലിസണിങ് എ പാർട്ട് ഈ വട്ടം വളരെ സ്ലോ ആയിരുന്നു. I think Nima has said. Yes. Yes, A part വളരെ സ്ലോ ആയിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് വെരി ഓഡിബിൾ ആൻഡ് ഇറ്റ് വാസ് നോട്ട് സോ കൺഫ്യൂസിങ് എന്നാണ് പറഞ്ഞത്. ഈവൻ ദ ബി, ബട്ട് ഓഫ് കോഴ്സ് സി മൈറ്റ് ഹാവ് സം ലിറ്റിൽ കൺഫ്യൂഷൻ. ആൻഡ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് കമന്റഡ് ദാറ്റ് the sound was so monotonous ആയിരുന്നു. അതിനകത്ത് ഹൈ ലോ ഇൻറ്റൊനേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ഏതാണ്, അൺഇമ്പോർട്ടൻ്റ് ഏതാണ്, നെസസറി അൺനെസസറി, അതൊക്കെ പിക്ക് ഔട്ട് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു എന്നാണ് one of our students പറഞ്ഞത്. സോ താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട്. അമൃത ആന്റണി ഹായ്, അഞ്ജു വർഗീസ് ഹായ്, സൗമ്യ ഫിലിപ്പ് ഹലോ, ഹൗ ആർ യു? And yes, reading was tough. എഴുതിയ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് you can comment directly on how was your impact regarding reading and listening module. Hi Das. Yes, hi.
ഓക്കെ, സോ നിങ്ങൾക്ക് റീഡിങ് വാസ് ടഫ് എന്ന് അഞ്ജു വർഗീസ് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ഒറ്റ വാക്കിൽ ടഫ് എന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? നമുക്ക് എ പാർട്ട് എങ്ങനെയുണ്ടായിരുന്നു, ബി പാർട്ട് എങ്ങനെയുണ്ടായിരുന്നു, സി എങ്ങനെയുണ്ടായിരുന്നു? ഐ തിങ്ക് യു ക്യാൻ ക്ലിയർലി അനലൈസ് ഇറ്റ്. എ പാർട്ടിൻ്റെ കാര്യം നമ്മുടെ കൂടെ സ്റ്റുഡൻസ് ഷെയർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ടഫ് ആണെന്നല്ല, ബട്ട് റാദർ നമുക്ക് ഡിറക്റ്റ് ആ വേർഡ് എടുത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. വി ഹാവ് ടു ചെക്ക് ദ ഐ മീൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലാണെങ്കിൽ വി ഹാവ് ടു ചെക്ക് ദ preceding and succeeding words in order to make the appropriate word. അങ്ങനെ കാരണം അത് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എഴുതാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരുന്നു. ലാംഗ്വേജ് അസസ് ചെയ്യുന്ന ആൻസേഴ്സിലേക്ക് പോകാതെ ലാംഗ്വേജ് അസസ് ചെയ്ത ഒരു എക്സാമിനേഷൻ ആയിരുന്നു ലിസണിംഗ് റീഡിംഗ് എനിക്ക് തോന്നുന്നു. അതെ, വേർബ് മാറ്റിയോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ക്ലിയർലി ചെക്കിംഗ് യുവർ ലാംഗ്വേജ്, നത്തിങ് എൽസ്. അപ്പം അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയവർക്ക് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അത് ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. And yes, so reading and listening in I think നമ്മളുടെ പഠന രീതിയിൽ ഇപ്പം എക്സാം ടേക്കേഴ്സ്, ഇനി എക്സാം എടുക്കാനിരിക്കുന്നവർക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് സെൽഫായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് അതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് മുന്നോട്ട് നിങ്ങൾ എന്താണോ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ളത് അത് തീർച്ചയായിട്ടും ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒരു സ്ട്രക്ചേർഡ് രീതിയിൽ മാത്രമായിരിക്കണം റീഡിങ് പോകേണ്ടത്. കാരണം ഇറ്റ്സ് എ സെൽഫ് അസസ്മെൻറ്റ് സ്കില്ലാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഏത് വായിച്ചാലും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പാകത്തിന് നമ്മുടെ റീഡിങ് ഭയങ്കരമായിട്ട് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഈവൻ 3 മാസം കൊണ്ടോ ഹൈക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ എക്സാമിൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് നമ്മുടെ എക്സാം കോഴ്സിനനുസരിച്ച് അത് തന്നെ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആ മെഡിക്കൽ ടേംസും ആ ഒരു കൈൻഡ് ഓഫ് പാരഗ്രാഫ്സും വെച്ച് നമുക്ക് ആ ഒരു പാറ്റേൺ ഓഫ് റീഡിങ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ റീഡിംഗ് ലിസണിംഗ് മൊഡ്യൂൾസ് നമ്മൾ റെഗുലർ ബാച്ചിൽ എക്സാം ബാച്ചിലേക്ക് വരികയാണെങ്കിൽ 1 month ആണ് നമ്മളുടെ എക്സാം ബാച്ച് സ്റ്റുഡൻസിന് റെഗുലർ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ആ 1 monthും നമ്മൾ മോർണിംഗ് ടു noon സ്റ്റുഡൻസ് രാഹുൽ സാറിൻ്റെ കൂടെ ഇരുന്ന് റീഡിംഗ് ലിസണിംഗ് മൊഡ്യൂൾസ് പ്രാക്ടീസ് ചെയ്ത് സാറിൻ്റെ ഡിസ്കഷൻസിൽ ഡെയിലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് അവർ ഇരിക്കുന്നത്. അത്ര ഇൻറ്റൻസീവ് ആയിട്ടാണ് നമ്മൾ റീഡിംഗ് ലിസണിങ്ങിന് ഇവിടെ നമ്മൾ കെയർ കൊടുക്കുന്നത്. ഓൺലൈനിലാണെങ്കിൽ തന്നെ ഓൺലൈനിൽ നമ്മൾ പല പല സ്കെഡ്യൂളിൽ റീഡിംഗ് ലിസണിംഗ് ഡിസ്കഷൻസ് ഈ സ്റ്റുഡൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പല പല സ്കെഡ്യൂൾ ഉണ്ടെങ്കിൽ പോലും ഈ ഓൺലൈനിൽ വർക്കിംഗ് സ്റ്റുഡൻസ് ആവാൻ നേരത്ത് അതിനിടയിൽ, കാരണം നമ്മളെ പ്രൊവൈഡ് ചെയ്യുന്ന സെഷൻസ് എന്ന് പറഞ്ഞാൽ 4 മൊഡ്യൂളിനും 4 സെഷൻസ് ആണ്. സോ ഇത് അറ്റൻഡ് ചെയ്താൽ അറ്റ് ദ ബെസ്റ്റ് ആണ്. പക്ഷേ നിങ്ങളുടെ വർക്കിംഗ് സ്കെഡ്യൂളാണ് അവിടെ. സോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വർക്കിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. കാരണം ഐ വാസ് റിമൈൻഡഡ് ഓഫ് 1 ഇൻസിഡൻറ്റ്. ലൈക്ക് ലാസ്റ്റ് ടൈം ഈ എക്സാമിന് ഐ തിങ്ക് ഒരു 2 weeksന് വേണ്ടി പെട്ടെന്ന് വന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ആ സ്റ്റുഡൻറ്റ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, താങ്ക് ഗോഡ് ദാറ്റ് ഞാൻ അടുപ്പിച്ച് 2 ഡേറ്റ് എടുത്തിട്ടുണ്ട്, എനിക്കിപ്പോഴാണ് റീഡിങ്ങിൻ്റെ സ്കിൽസ് ഒക്കെ കത്തി തുടങ്ങിയത്, സ്കിൽസ് ഇമ്പ്രൂവ് ആയി തുടങ്ങിയത്. സോ എന്തായാലും എനിക്ക് അടുത്ത എക്സാമിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് ലിമിറ്റഡ് ടൈം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അടുത്ത എക്സാമിന് ഞാൻ എന്തായാലും ഇപ്പോൾ എനിക്ക് കുറച്ച് മനസ്സിലായി തുടങ്ങി. സോ ദീസ് ആർ ദ അപ്രീഷിയബിൾ വേർഡ്സ്. അത് എല്ലാവരെ കൊണ്ടും പറ്റും എന്നുള്ളതാണ്. ആൻഡ് റീഡിങ്ങിനെ ലിസണിങ്ങിനെ പറ്റി എക്സാം ബേസ്ഡ് പ്രിപ്പറേഷൻ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെന്റ് അല്ലേ. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് ടൈമിൽ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായ ട്രെയിനിങ് നിങ്ങൾക്ക് കൃത്യമായിട്ട് രീതിയിൽ കിട്ടുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി beneficial. Amaldev listening reading A part സുഖായിരുന്നു. Okay, that's very good. And what about the rest of the yes parts? Likhita George reading part C very difficult. Okay, ഒരു sad smiley ഒക്കെ ഇട്ടിട്ടുണ്ട്. Don't worry, I mean let's Likhita, wait for the result. Yes, let's wait for the results. After all, it's a multiple choice, right? Yes. So A part was better than C, definitely. അങ്ങനെയായിരിക്കും അല്ലേ. Listening A and B was okay. Chart both are presentation. Sorry, okay. Alright, chart presentation. Writing body paragraph organization took time. Okay, that's true. Writing ലോട്ട് നമ്മൾ വരികയാണ്. That is true. Body paragraph organization കുറച്ച് സമയം എടുത്തു എന്നാണ് ലിഖിത പറഞ്ഞത്. Okay, Likhita, tell us, how did you find the organization? എങ്ങനെയാണ് എന്നിട്ട് ഫൈനലി നമ്മളൊരു ഓർഗനൈസേഷനിലോട്ട് എത്തിച്ചേർന്നതെന്ന് പറയാം. Let's analyze it. Okay. Definitely. Alright. ഓർഗനൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ if I go to talk about that ഒരു 1 hour lecture മിനിമം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. But still, I will give it in a nutshell. ഇപ്പോൾ ഓർഗനൈസേഷനെ പറ്റി പല മിസ്കൺസെപ്ഷൻസും സ്റ്റുഡൻസിനുണ്ട്. ഒരു സോഷ്യൽ വർക്കറിന് ലെറ്റർ എഴുതുകയാണെങ്കിൽ സോഷ്യൽ ഹിസ്റ്ററി ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതണം എന്നല്ലേ ഞാനും കുറെ കേട്ടിട്ടുണ്ട്. എമർജൻസി എന്നുള്ളൊരു വേർഡ് കാണുകയാണെങ്കിൽ ഫസ്റ്റ് ബോഡിയിൽ ദ പ്രസന്റ് സിറ്റുവേഷൻ എഴുതണം. ഇങ്ങനെ പല പല മിസ്കൺസെപ്ഷൻസ് സ്റ്റുഡൻസിനുണ്ട്. അത്തരത്തിലുള്ള കോൺസെപ്റ്റ്സ് തെറ്റാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്ററിന് ഫോർമൽ ലെറ്ററിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ട്. നിങ്ങളൊന്നും റിസർച്ച് ചെയ്യേണ്ട. ജസ്റ്റ് ഗോ ബാക്ക് ടു യുവർ സ്കൂൾ ഡേയ്സ്. നിങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിച്ച ലെറ്റേഴ്സ് അല്ലേ. സ്കൂളിൽ നമ്മൾ സെമി ഫോർമൽ, ഫോർമൽ, ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ആ ലെറ്റേഴ്സിൻ്റെ ഫോമാറ്റ് എന്താണ്?
വാട്ട് ഈസ് എ ടിപ്പിക്കൽ സ്ട്രക്ചർ ഓഫ് എ ഫോർമൽ ലെറ്റർ എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ആൻഡ് അപ്ലൈ ദ സെയിം ലോജിക് ഇൻ യുവർ OIT ലെറ്റർ. ദെൻ യുവർ നറേഷൻ, യുവർ സ്ട്രക്ചറിങ് ആൻഡ് യുവർ ഓർഗനൈസേഷൻ വുഡ് ബി ആസ് സില്ലി. ഓക്കെ, അങ്ങനെ പഠിപ്പിക്കാൻ ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവും. കാരണം എമർജൻസി ലെറ്ററിൽ മെജോറിറ്റി മേജർ കേസസ് ആ ഒരു വാക്ക് വരുന്നത് ശരിയാണ്. ഐ ഡു അഗ്രി വിത്ത് ദാറ്റ്, ബട്ട് നോട്ട് ഇൻ ഓൾ കേസസ്. ഇപ്പോൾ OIT തന്നെയാണ്. ഇപ്പോൾ ഞാൻ റൈറ്റിംഗ് ഓറിയന്റേഷൻ എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഈ എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കുന്നത് OIT ഒഫീഷ്യൽ ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ്. ബിക്കോസ് അവരെ കൺവിൻസ്ഡ് ആക്കണം അല്ലേ. ഇപ്പോൾ പല പല സ്ഥലങ്ങളിൽ പഠിച്ച് സെൽഫായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിസർച്ച് ചെയ്ത് വരുമ്പോൾ അവർക്ക് ഒരുപാട് മിസ്കൺസെപ്ഷൻസും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് അതൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശരിയാക്കണമെങ്കിൽ I have to present lots of examples. And അത് നമ്മൾ പറയുന്നത് നിങ്ങൾ എക്സാമിനേഷൻ, നിങ്ങളുടെ OIT ഒഫീഷ്യൽ എക്സാമിനേഷൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസിലൂടെയാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത്. ബട്ട് ടുഡേസ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻ വാസ് അഗെയിൻ ടു സിമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞിരുന്നത് ഇന്നൊരു ഹോം വിസിറ്റ് അല്ലെങ്കിൽ ഒരു എമർജൻസി ലെറ്റർ പ്രതീക്ഷിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ആസ് പെർ മൈ അനാലിസിസ്. പക്ഷേ വീണ്ടും ട്രാൻസ്ഫർ ലെറ്റർ ആണ് വീണ്ടും ഇന്ന് വന്നിരിക്കുന്നത്. ബിക്കോസ് പാസ്റ്റ് എക്സാമിനേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് April 9th ഒരു ട്രാൻസ്ഫർ ടു നഴ്സിംഗ് ഹോം ഉണ്ടായിരുന്നു. ആൻഡ് അപ്പം ഒരുപാട് ട്രാൻസ്ഫർ ലെറ്റേഴ്സ് ഉടനെ അടുത്ത ഡേറ്റുകൾ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ട്രാൻസ്ഫർ ലെറ്റർ വരില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അഗെയിൻ ഇന്നും ഒരു ട്രാൻസ്ഫർ ലെറ്റർ ആയിരുന്നു. ലാസ്റ്റ് എക്സാം April 23rd it was referral to doctor. പൾമനോളജിസ്റ്റിനുള്ള ലെറ്റർ ആയിരുന്നു. ആൻഡ് ബിഫോർ ദാറ്റ് ഇറ്റ് വാസ് ട്രാൻസ്ഫർ ലെറ്റർ. ഞാൻ വിചാരിച്ചു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലെറ്റർ ആയിരിക്കും, ബട്ട് ഒരു ടിപ്പിക്കൽ കൈൻഡ് ഓഫ് ഒരു ലെറ്റർ തന്നെയായിരുന്നു. ആൻഡ് യെസ്, സോ ഐ തിങ്ക് വി വിൽ മൂവ് ടു ദ റൈറ്റിംഗ് മൊഡ്യൂൾ അല്ലേ. സോ എങ്ങനെയുണ്ടായിരുന്നു എക്സാമിനേഷൻ എഴുതിയ കുട്ടികൾ ലൈവ് കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഹൗ വാസ് യുവർ റൈറ്റിംഗ് മൊഡ്യൂൾ പെരിഫറൽ എങ്ങനെയുണ്ടായിരുന്നു? വാസ് ഇറ്റ് ഈസി, ഡിഫിക്കൽട്ട്, എന്തായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തോന്നിയിരുന്നോ? ഓക്കെ, ആൻഡ് അതിലൊരു വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ് റൈറ്റിംഗ് ബോഡി പാരഗ്രാഫ് ഓർഗനൈസേഷൻ ടുക്ക് ടൈം. അത് ഇച്ചിരി സമയം എടുത്തു എന്നുള്ളത്. ദാറ്റ്സ് എ വെരി ട്രൂ, എ ജെന്യുവിൻ കമന്റ് ഓൺ why it happened. Yes. Okay. So എക്സാമിനേഷൻ എഴുതിയ കുട്ടികളുണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ആൻഡ് ഞാൻ കേസ് നോട്ട് ഡിസ്കഷനിലേക്ക് പോകാം അല്ലേ. ഓക്കെ, സോ വീണ്ടും ഒരു എൽഡർലി പേഷ്യൻ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ആള്. ഹിസ് നെയിം ഈസ് ജെറമി Cuthberton, right? Cuthberton. That is the name of the patient. He is 76-year-old, and Arun C. George has commented. Writing was easy. Yeah, happy to hear that. Yeah, again, I do agree with that, Arun. Writing was pretty easy, and yes, and he said yes. Thank you, Nidija. He is 76 years. Yes, and name on the correct spell cheyan orkunnundengil onnu spell cheyidu. Yeah, it is Jeremy Cuthberton. Okay, Anju Varghese, transfer letter to manager of home and manager of home care. Okay, care aanu udheshichathu. Depression following Parkinson's. Yeah. Yes, that's true. In a nutshell, yeah. Yes, very good. Okay, so the letter was to a care home manager, and they have asked to outline the medical history and the patient requires ongoing care. So നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ കൈൻഡ് ഓഫ് ലെറ്റർ തന്നെയായിരുന്നു അല്ലേ. ഒരു ട്രാൻസ്ഫർ ലെറ്റർ ടു കെയർ ഹോം മാനേജർ റിക്വസ്റ്റിംഗ് ഓൺഗോയിങ് കെയർ, ആൻഡ് ഇറ്റ് ഈസ് അൻ അൺനോൺ കേസാണ്. ട്രാൻസ്ഫർ ലെറ്റർ ആണ്, അൺനോൺ കേസാണ്. റിസീവർ കെയർ ഹോം മാനേജറാണ് ഫോർ ഓൺഗോയിങ് കെയർ. സോ വളരെ വിതൗട്ട് എനി കൺഫ്യൂഷൻ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ഒരു ഇനീഷ്യൽ 5 minutes ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് വിത്തൗട്ട് എനി കൺഫ്യൂഷൻ സ്റ്റുഡൻസിന് അത് കിട്ടാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. ആൻഡ് ഓൾസോ ഇതിനുശേഷം നമ്മൾ ആരാണ്? വി ആർ എ നേഴ്സ്. യു ആർ എ നേഴ്സ് അറ്റ് മെഡിക്കൽ സെൻറ്റർ. നമ്മൾ ആൻഡ് Amaldev has given a detailed analysis, I guess. Thank you so much, Amaldev. Thank you, Amaldev. It's quite detailed. So I think he has given a detailed case note. Thank you for that, Amal. Anyways, okay, so hypertension, feel lonely due to poor yesterday's socialization. Date 8th of January 2022. Yeah, correct. Mr. X, yes, Jeremy has diagnosed with depression following Parkinson's disease. He has hypertension, feels loneliness due to poor socialization, non-compliance of medication, monitoring needed, daily living assistance,
suspected insomnia due to medication side effect, write a letter to manager of care home. Yes, it Yeah. has got a Thank lot you, of Amandev. It was information. quite an informative comment from you. We appreciate that. And yes, എന്താണ് ഇവിടെ നമ്മുടെ പേഷ്യൻ്റ് അല്ലേ, ജെറമി കാത്ത് ബോട്ട് എന്ന് പറയുന്ന പേഷ്യൻ്റ് ഒരു പ്രായമായ ആളാണ്. ആൻഡ് ഹി ഹാഡ് ന്യൂമോണിയ ഇൻ 2008 അല്ലേ, Yes. 2008 ന്യൂമോണിയ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ബട്ട് സ്റ്റിൽ ആ നറേഷൻ നമ്മൾ പറഞ്ഞു പോകുന്നു മാത്രം കേട്ടോ. ഇൻ 2008 ഹി ഹാഡ് ന്യൂമോണിയ, ആൻഡ് ആ ന്യൂമോണിയയുടെ സൈഡ് എഫക്ട്സ് ആയിട്ട് അദ്ദേഹത്തിന് ഡ്രഗ് സൈഡ് എഫക്റ്റ് ആയിട്ട് ഇൻസോമേനിയ ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പം അമൽദേവും പറഞ്ഞ കാര്യം അത് തന്നെയാണ് അല്ലേ. ആൻഡ് ഇദ്ദേഹം ഡിവോഴ്സ്ഡ് ആണ്, വേറെ റിലേറ്റീവ്സായിട്ട് ഒന്നും ടച്ചില്ലാത്ത ഒരാളാണ്. Contact ഇല്ല. ആൻഡ് ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരു പേഷ്യൻ്റ് ആണ്. Retired teacher യെസ്, ആണ്. റിട്ടയർഡ് ടീച്ചറാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻ പറയുന്നുണ്ട്. Sister visits rarely. സിസ്റ്റർ റയർലി വിസിറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണെന്ന് പറയുന്നു. No contact with son and daughter. ഇപ്പോൾ സോഷ്യൽ ഹിസ്റ്ററിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മിനിമൽ കോൺടാക്ട് വിത്ത് സൺ ആൻഡ് ഡോട്ടർ, റിട്ടയർഡ് ടീച്ചർ, സിസ്റ്റർ വിസിറ്റ്സ് റിയർലി എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ സോഷ്യൽ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ സെനാരിയോ, അപ്പോൾ നമ്മൾ ഇപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന കാര്യമാണല്ലോ, ഇപ്പോൾ ഇവിടെ എന്താണ് ഓൺ ഗോയിങ് കെയർ ആണ് നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആൻഡ് ആ ഓൺ ഗോയിങ് കെയർ ആണ് പേർപ്പസ് എങ്കിൽ എന്തുകൊണ്ടാണ് ആ ഓൺ ഗോയിങ് കെയർ ഈ പേഷ്യൻറ്റിന് നിലവിൽ വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ആരാണ് പറഞ്ഞത്, അഞ്ജു വോഗീസ് ഓർഗനൈസേഷനെ പറ്റി ലിഖിത പറയുകയാണെങ്കിൽ അല്ലേ, ലിഖിത പറഞ്ഞ ആ ഒരു ലിഖിതയ്ക്കുണ്ടായ ഒരു കൺസേൺ ഒരു പരിധി വരെ നമുക്കത് മാറ്റാൻ Solve ചെയ്യാൻ പറ്റും. പറ്റും. ബിക്കോസ് ഒഫീഷ്യൽ ഫോമൽ ലെറ്ററിന് ഒരു സ്ട്രക്ചറേ ഉള്ളൂ. ഫസ്റ്റ് ബോഡി ഈസ് ഈക്വൽ ടു പ്രോബ്ലം ഓർ സിറ്റുവേഷൻ. ഈവൻ ദിസ് ഈസ് ദ സെയിം സ്ട്രക്ചർ ദാറ്റ് വി ടീച്ച് ടു IELTS സ്റ്റുഡൻസ് ഹു അപ്ലൈ ഫോർ PR ഓൺ സോ ഓൺ അല്ലേ. അതെ, ജനറൽ ലെറ്റർ കൺസ്ട്രക്ഷൻസ് വരാൻ നേരത്തെ സെയിം ആണ്. സെയിം സ്ട്രക്ചർ ആണ്. വായിക്കുന്ന ആൾക്ക് ഇമീഡിയറ്റ് ആയിട്ടാണ് എന്താണോ അറിയാനുള്ളത് എന്നുള്ളതാണ്. ഒരു ഫോർമൽ ലെറ്റർ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ഫോർമൽ പ്രോബ്ലം ഉണ്ടാവണം. ഒരു ഫോർമൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് അവിടെ പേർപ്പസ് ഉണ്ടാകുന്നത് അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് എ പേർപ്പസ്. ഇപ്പോൾ ഇവിടെ ഓൺ ഗോയിങ് കെയർ ഉണ്ടാവാൻ ഇടയായ കാരണം, ആ പ്രോബ്ലം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ ഒന്നുമല്ല ഇവിടെ പ്രോബ്ലം, ന്യൂമോണിയയുടെ കാര്യങ്ങളൊന്നുമല്ല, സോഷ്യൽ ഹിസ്റ്ററിയിൽ പറഞ്ഞ കാര്യങ്ങളല്ല. ഇവിടെ എന്താണ്, പേഷ്യൻ്റ് ഇന്ന് നമ്മൾ മെഡിക്കൽ സെൻറ്ററിലെ നേഴ്സാണെന്ന് പറയുന്നു. ആൻഡ് ടുഡേ ഹി കെയിം ഫോർ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ്. ആൻഡ് ഇന്നെന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഈ ലോ മൂഡാണെന്ന് പറയുന്നു, ആൻഡ് അപ്സെറ്റ് ആണെന്ന് കുറേ കാര്യങ്ങൾ പേഷ്യൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് അങ്ങനെ പാർക്കിൻസൺസ് ഡിസീസസിൻ്റെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഡിപ്രഷൻ പേഷ്യൻറ്റിനുണ്ടായി. ഡിപ്രഷൻ ഉണ്ടാകുന്നു, അതിൻ്റെ കുറേ കാര്യങ്ങളല്ലേ, ലോ മൂഡ്, മെഡിക്കേഷൻ കോംപ്ലിയൻസ് ഇല്ല, മെമ്മറിയുടെ ഇഷ്യൂസ് വരുന്നുണ്ട്, ഇൻഡിപെൻഡൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്, പിന്നെ അപ്സെറ്റ് ആസ് ഹി നോ ലോങ്ങർ ഡ്രൈവ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കൺസേൺസും പ്രശ്നങ്ങളും ഇദ്ദേഹത്തിനുണ്ട്. മൂഡ് ലോ മൂഡാണ് ഇദ്ദേഹത്തിന്, ഡിപ്രഷൻ, അപ്സെറ്റ് ആസ് ഹി നോ ലോങ്ങർ ഡ്രൈവ്സ്, ലോസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആസ് ഷീ സെഡ്, അതുപോലെ സോഷ്യലൈസേഷൻ, പുവർ സോഷ്യലൈസേഷൻ ഉണ്ട്. ആൻഡ് ഹി ഹാഡ് ഫുഡ് സ്വോളോവിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻ്റ് ആണെന്ന് പറയുന്നു. ആൻഡ് ഹി ഓഫൺ ഫോർഗെറ്റ്സ് ടു ടേക്ക് മെഡിക്കേഷൻ, റിജിഡ് മൂവ്മെൻ്റ് ആണ്, സ്ലോ മൂവ്മെൻ്റ് ആണ്, ട്രിമേഴ്സ് ഉണ്ട്. ആൻഡ് ഹി കറൻ്റ്ലി ഹാസ് ഡിപ്രഷൻ ഫോളോവിങ് ദ ഡയഗ്നോസിസ് ഓഫ് പാർക്കിൻസൺസ് ഡിസീസ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ കുറേ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും ആരുമില്ല അല്ലേ. അതും ഒരു സെമി റെലവൻറ്റ് ഡേറ്റയാണ്. ഡിവോഴ്സ്ഡ് ആണ്, അങ്ങനെ റിലേറ്റീവ്സ് ആയിട്ടൊന്നും ബന്ധമില്ല എന്ന് പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോക്കാനായിട്ടൊന്നും ആരുമില്ല. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സിസ്റ്റർ വിസിറ്റ്സ് റെയർലി. അപ്പോൾ അതൊരിക്കലും റെയർലി വിസിറ്റ് ചെയ്യുന്ന സിസ്റ്ററിനെ വിശ്വസിച്ച് ഒരിക്കലും വീട്ടിലേക്ക് വിടാൻ പറ്റില്ല. റിട്ടയർഡ് ടീച്ചറിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രായം പറയുന്നു, ഡിവോഴ്സ്ഡ് ആണെന്ന് പറയുന്നു. സോ അഗെയിൻ മിനിമൽ കോൺടാക്ട് വിത്ത് റിലേറ്റീവ്സ്, നോ കോൺടാക്ട് വിത്ത് സൺ ആൻഡ് ഡോട്ടേഴ്സ്. റിലേറ്റീവ്സ് ഇല്ല, മക്കൾ നോക്കുന്നില്ല, സിസ്റ്റർ റെയർലി വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിപ്രഷനും പാർക്കിൻസൺ ഡിസീസും ഉള്ള ഒരാൾക്ക് ഡിപ്രഷനുമാണ്, ലോ മൂഡ്, മെഡിക്കേഷൻ ഫോർഗെറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നിലവിൽ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തിനെ കെയർ ഹോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ദ പ്രോബ്ലം. അപ്പോൾ ഏതൊരു OIT ലെറ്റർ എടുത്താലും നമുക്കവിടെ ഒരു സ്പെസിഫിക് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അല്ലേ. ആ പ്രോബ്ലം എന്താണ്, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ, ഇപ്പോൾ ഡിസ്കഷൻ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ ഡിസ്കഷൻ ക്ലാസ്സിലാണെങ്കിലും റെഗുലർ സ്റ്റുഡൻസിനാണെങ്കിലും ഡെയിലി നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് നിങ്ങളുടെ സ്ട്രക്ചറിങ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരിക്കലും നമുക്കൊരു ക്ലീഷ കൈൻഡ് ഓഫ് സ്ട്രക്ചറിങ് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. അത് ശരിയാവാം, തെറ്റാണ്. ഒരു പ്രോബബിലിറ്റി ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത് അല്ലേ. അപ്പം ഇപ്പം നമ്മളൊരു 10 എമർജൻസി ലെറ്റർ എഴുതിയിട്ടായിരിക്കും പോകുന്നത്, പക്ഷേ എക്സാമിനേഷന് വരുന്ന എമർജൻസി ലെറ്ററിന് ചിലപ്പോൾ ആ ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല അവരുണ്ട്.
അത് കൃത്യമായിട്ട് നമ്മൾ ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് എവിടെയാണ് ആ പ്രോബ്ലം ബിഗിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ബോഡി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഒരു നാച്ചുറലായിട്ടുള്ളൊരു സ്ട്രക്ചറിങ് അത് നിങ്ങൾ വേറെ എങ്ങും ചെയ്യേണ്ട, നിങ്ങളുടെ ഒഫീഷ്യൽ ലെറ്റേഴ്സ് മാത്രം ഒന്നെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഈ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടും. കാരണം ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ക്ലീഷ കൈൻഡ് ഓഫ് നറേഷനോ സ്ട്രക്ചറിങ്ങോ കാണാൻ പറ്റില്ല. അവർ വളരെ നാച്ചുറലായിട്ടാണ് ഒരു ഓരോ ലെറ്ററിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ അത് നേഴ്സസിൻ്റെ തന്നെയല്ല, എല്ലാ പ്രൊഫഷൻ്റെയും OET സാമ്പിൾ ലെറ്റേഴ്സ് എടുത്തുനിന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ കിട്ടും. ഓക്കെ, സോ ഇപ്പം ലിതിക്ക് ഒരു കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. ലിഖിത, ഓക്കെ ലിഖിത. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോഡി എന്ന് പറയുമ്പോൾ എപ്പോഴും ദ പ്രോബ്ലം, ഡയറക്ട്ലി ഗോ ടു ദ പ്രോബ്ലം. കാരണം കൃത്യമായൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു പേർപ്പസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് റീഡർ ആണെങ്കിലും എന്ത് കാരണം കൊണ്ടാണ് ഈ ലെറ്റർ എഴുതപ്പെട്ടത് എന്നുള്ള കാര്യമായിരിക്കണം നമ്മൾ ഫസ്റ്റ് ബോഡി പറയേണ്ടത് അല്ലേ. ദ പ്രോബ്ലം വൈ യു ആർ റൈറ്റിംഗ് ദിസ് ലെറ്റർ, ദാറ്റ് ഷുഡ് ബി യുവർ ഫോക്കസ് ഇൻ ദ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് അല്ലേ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി ബാക്കിയുള്ള പാരഗ്രാഫുകളിൽ നമ്മളിപ്പോൾ സോഷ്യൽ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി വിചാരിച്ചൊന്നും പ്രശ്നമില്ല. അതൊക്കെ അഡീഷണൽ സെക്കൻഡറി ഇൻഫർമേഷനാണ്. ദിസ് ഈസ് ദ പ്രൈമറി കണ്ടന്റ്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ റെക്കമെൻഡേഷൻ പാരഗ്രാഫ്, അതും മാൻഡേറ്ററി അല്ല, ഇഫ് നീഡഡ്. ഇവിടെ തീർച്ചയായിട്ടും നമുക്കൊരു റെക്കമെൻഡേഷൻ പാരഗ്രാഫിൻ്റെ ആവശ്യമുള്ളൊരു ലെറ്റർ തന്നെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഡിസ്ചാർജ് പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഫസ്റ്റ് ബോഡിയിലോ സെക്കൻഡ് ബോഡിയിലോ കണക്ട് ചെയ്തും എഴുതാവുന്നതാണ്. അത് നാച്ചുറൽ റൈറ്റിംഗ് ആണ്. റെക്കമെൻഡേഷൻ പാരഗ്രാഫ് ഒരിക്കലും മാൻഡേറ്ററി അല്ല. ഇഫ് ദ ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ് യു ഷുഡ് ഗോ വിത്ത് റെക്കമെൻഡേഷൻ പാരഗ്രാഫ്. ആൻഡ് ഒബ്വിയസ്ലി ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു എന്താണ് റെക്കമെൻഡേഷൻ പാരഗ്രാഫ് തീർച്ചയായിട്ടും വേണ്ട ലെറ്റർ തന്നെയാണത് അല്ലേ. ഓക്കെ, സോ ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കേസ് നോട്ടിന് എന്തൊക്കെ ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ടാസ്ക് ഓൾറെഡി പറഞ്ഞു അല്ലേ. കെയർ ഹോം മാനേജർ മെഡിക്കൽ ഹിസ്റ്ററി ഔട്ട്ലൈൻ ചെയ്യുക ആൻഡ് ഹി റിക്വയർസ് ഓൺ ഗോയിങ് കെയർ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് അൺനോൺ കേസ്, ട്രാൻസ്ഫർ ലെറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി, ഹി ഹാസ് പാർക്കിൻസൺ ഡിസീസ്. അത് ഇപ്പോഴല്ല, ഇന്നല്ല ഡയഗ്നോസ് ചെയ്തത്. ഹി ഹാസ് പാർക്കിൻസൺ ഡിസീസ് സിൻസ് December 2021 ആൻഡ് വിതൗട്ട് എനി സർപ്രൈസ്. വീണ്ടും OET ടുഡേയ്സ് ഡേറ്റ് എന്ന് പറയുന്നത് 8th of January ആണ്. ഇതിനി ഞാൻ പറയുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യമാണ്. കാരണം ഐ കീപ് ഓൺ സേയിങ് ദിസ് റൈറ്റ് ഫ്രം 8th of January. ഉടനെ OET അത് മാറ്റും എന്ന് വിചാരിച്ച് നമ്മളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു സ്റ്റുഡൻറ്റ് പറഞ്ഞാണ് 8th of January കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഓക്കെ, എനിവേ ദാറ്റ്സ് അഗൈൻ എ ഫൺ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ December 2020 ജസ്റ്റ് ലേറ്റ്ലി ആണ് ഈ ഒരു ഡയഗ്നോസിസ് കൺഫേം ചെയ്തിരിക്കുന്നത് അല്ലേ. ആൻഡ് മെഡിക്കേഷൻസ്, പേഷ്യൻറ്റിന് ഓൺഗോയിങ് മെഡിക്കേഷൻസ് ഉണ്ട്. ലീഫ് ഡപ്പ ആൻഡ് കാബി ഡൊപ്പ 25 mg 3 times ഡെയിലി കഴിക്കുന്ന പേഷ്യൻ്റാണ്. ആൻഡ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ പേഷ്യൻ്റ് ഹൈപ്പർ ടെൻഷനുണ്ട്, അതിന് പേഷ്യൻ്റ് അംലോഡിപ്പിൻ മെഡിക്കേഷൻ കഴിക്കുന്നുണ്ട്. ആൻഡ് ഹി ഹാസ് പുവർ കോംപ്ലിയൻസ് അല്ലേ. പുവർ കോംപ്ലിയൻസ് ഒരുപാടുള്ള പേഷ്യൻ്റാണ്. പുവർ കോംപ്ലിയൻസ് ടു ഡയറ്റ് ഉണ്ട്. And he tried to reduce his salt intake, but it was also unsuccessful എന്ന് പറയുന്നു. And regarding social and medical history, ഞാൻ already പറഞ്ഞതുപോലെ he is divorced with minimal contact with relatives, a retired teacher, sister visits rarely എന്ന് പറയുന്നു, and he has got no contact with son and daughter, and that is also a reason why we are referring this patient to the, or we are transferring this patient to the care home manager. Yes. Because there is no one to look after him even if he get discharged അല്ലേ. സോ വളരെ ഒരു ക്ലീഷേ സിറ്റുവേഷൻ തന്നെയാണ്. വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ തന്നെയാണിത് അല്ലേ. ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി ഓൾറെഡി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. പേഷ്യൻ്റ് ഹാഡ് ന്യൂമോണിയ ഇൻ 2008. അതിവിടെ യാതൊരു രീതിയിലും റെലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, അത് ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ അത് നമ്മളെ ഒരു കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നതായിരിക്കാം. അതിൻ്റെ ഡ്രഗ് സൈഡ് എഫക്റ്റ് ആയിട്ടായിരിക്കാം നിലവിൽ പേഷ്യൻ്റ് ഇൻസോമാനിയ ഉണ്ടോ എന്ന് സസ്പെക്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അത് നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് ന്യൂമോണിയ ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞില്ലെങ്കിലും ഇൻസോമാനിയ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മെൻഷൻ ചെയ്യാം. ഇനി മെഡിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ടുഡേയ്സ് ഡേറ്റ് 8th of January 2022. ആൻഡ് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് എന്താണ് 10th of January 2022 ആണ്. ഓക്കെ, ആൻഡ് today he came for follow-up appointment on 8th of January, today's date. And current problem എന്ന് പറയുന്നത് low mood, upset as he no longer drives, already പറഞ്ഞ കാര്യമാണ് അല്ലേ. And his concerns എന്തൊക്കെയാണെന്ന് നോക്കാം. Loss of independence and social network, difficult in swallowing food, forget to take medication on time, but ADLS still doing എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമിനേഷനിൽ പേഷ്യൻറ്റിന് ട്രമേഴ്സ് ഉണ്ട്, റിജിഡ് ആണ്, സ്ലോ മൂവ്മെന്റ് ആണ്, ബട്ട് ഹി ഹാസ് ഗുഡ് ഇൻ മെമ്മറി അല്ലേ എന്ന് പറയുന്നു.
ഡയഗ്നോസിസ് പാർക്കിൻസൺസ് ഡിസീസ് അല്ല, ഡിപ്രഷൻ ഫോളോവിങ് പാർക്കിൻസൺസ് ഡിസീസ് ആണ്. ഓൾറെഡി പാർക്കിൻസൺ ഡിസീസ് ഡയഗ്നോസ്ഡ് ആണ്, അതിന് മെഡിക്കേഷൻസിലാണ്. പക്ഷേ ഇന്ന് പേഷ്യൻ്റ് ലോ മൂഡ് അങ്ങനെ ഒരുപാട് കൺസേൺസ് ആയിട്ട് വന്നതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് ഈ പാർക്കിൻസൺസ് ഡിസീസിനെ തുടർന്ന് ഉണ്ടായ ഡിപ്രഷൻ ആണെന്നാണ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ സ്ട്രിക്റ്റ് മോണിറ്ററിംഗ് ഓഫ് മെഡിക്കേഷൻ കോംപ്ലിയൻസ്, മോണിറ്റർ മെഡിക്കേഷൻ റെസ്പോൺസ് ആൻഡ് സൈഡ് എഫക്ട്സ്. എക്സാമ്പിൾ ഇൻസുമാനെ കൊടുത്തിട്ടുണ്ട്, അവിടെയാണ് റെലവൻസ് വരുന്നത്. നോട്ട് അത് ന്യൂമോണിയ ആയിട്ട് കണക്ട് ചെയ്ത് എഴുതുന്ന നിർബന്ധമില്ല. And if he has got some side effects, we are asked to inform to doctor and requires request management പറ്റി പറയുന്നുണ്ട്. ഡയറ്ററി കോംപ്ലയിൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഹൈ പ്രോട്ടീൻ ആൻഡ് ഡയറി പ്രോഡക്ട്സ് എന്ന് പറയുന്നു. പിന്നെ പറയുന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഫിസിയോതെറാപ്പിസ്റ്റ് കണ്ടിന്യൂഡ് അല്ലേ, എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് ദാറ്റ് ടു ഇൻ ഹിസ് പ്രസൻസ് എന്നാണ് പറയുന്നത് അല്ലേ. കാരണം മൈറ്റ് ബി ഈ ഒരു സ്ലോ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് റെലവൻസ് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ പറയുന്നത് ഷുഡ് അക്കമ്പനി ഡ്യൂറിങ് അപ്പോയിൻമെന്റ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേസ് നോട്ടിൽ മെയിനായിട്ട് പറയുന്ന കണ്ടന്റ്. ആൻഡ് ഇഫ് ദർ ഇസ് എനിത്തിങ് എൽസ് ടു ബി ആഡഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി കമൻറ്റ് ഓൺ ഇറ്റ്. ആൻഡ് റൈറ്റ് അവേ നമ്മൾ എപ്പോഴും പ്രോമിസ് ചെയ്യുന്ന പോലെ ഒരു ലെറ്റർ. ദ റീസൺ വൈ നമുക്കിപ്പോൾ ലെറ്റർ ഇങ്ങനെ നമ്മൾ ലൈവിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു കാരണം, ഇപ്പം പല സ്റ്റുഡൻസും ഞാൻ എപ്പോഴും ലൈവിൽ പറയുന്നത്, ഓഫൺ ഞാൻ ലൈവിലും ഡിസ്കഷൻസിലൊക്കെ പറയുന്ന കാര്യമാണ് നമ്മൾ ഈ ക്ലീഷേ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. ഇപ്പോൾ ഒരുപാട് ടെംപ്ലേറ്റ് റൈറ്റിംഗ് ഫോളോ ചെയ്യുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ടോട്ടലി അവോയ്ഡ് ചെയ്യുക. കാരണം ആകെ ഒരു 25 ലൈൻസ് അല്ലേ, ജസ്റ്റ് എ മാറ്റർ ഓഫ് 25 ലൈൻസ് ഓർ 13 to 15 സെൻറ്റൻസസ് മാക്സിമം അല്ലേ, ഓർ 180-200 വേർഡ്സ്. അപ്പോൾ നിങ്ങൾ സെൽഫ് കമ്പയർ ചെയ്ത് നോക്കുക. IELTS 6.5 is equal to C+ in OET, or 7 in IELTS is equal to B in OET അല്ലേ. IELTS or OET എന്നാണ് പറയുന്നത്. ഇഫ് IELTS ജസ്റ്റ് വാലുവേറ്റ്സ് യുവർ ലാംഗ്വേജ് സ്കിൽ, ലാംഗ്വേജിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെയും അത് തന്നെയാണ്. ഒരിക്കലും ഒരു BSc നഴ്സിംഗിൻ്റെ എക്സ്റ്റൻഡഡ് കോഴ്സ് വർക്കോ എക്സാമിനേഷനോ അല്ല. ബട്ട് you should use your common sense. That's it. Actually I'm adding to it. ഇതിന് ഈ ഇടയ്ക്ക് നമുക്ക് വന്നൊരു എൻക്വയറിയിൽ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചത് ഇങ്ങനെയാണ്, ലൈക്ക് ഇപ്പോൾ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വന്നല്ലോ, ലൈക്ക് ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇപ്പം മാറ്റമില്ലേ, ഇപ്പം ഐ റൈറ്റ് ദിസ് ലെറ്റർ, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ അങ്ങനെ എഴുതാൻ പാടില്ലല്ലോ എന്നുള്ളതാണ്. അഗൈൻ ദാറ്റ് ഇസ് എ മിസ്കൺസെപ്ഷൻ. വി സ്റ്റിൽ ഡു നോട്ട് വാണ്ട് ടു ബി another cliche form of statements. ഇത് നിങ്ങളുടെ ഫ്രീഡത്തിന് എഴുതാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ ബട്ട് ഇറ്റ് ഷുഡ് ബി ഫോർമൽ. യെസ്, ഇറ്റ് ഹാസ് ടു ബി ഫോർമൽ. ബട്ട് ഇപ്പം ഫ്രീഡം എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ കടുകട്ടി വാക്കുകളൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലേ, അതും വേണ്ട. വളരെ ഫോർമൽ, ഇറ്റ്സ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ആണ് അല്ലേ. ലെറ്റർ ഇസ് എ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് മനസ്സിലാക്കണം. ഒരു ഫോർമൽ കോൺവെർസേഷൻ നിങ്ങൾ എങ്ങനെ ലീഡ് ചെയ്യുന്നോ ആ ഒരു ടോൺ തന്നെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വളരെ OET ഒഫീഷ്യൽസ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, മേക്ക് ഇറ്റ് ആസ് എഫക്റ്റീവ് ആസ് പോസിബിൾ അല്ലേ. നിങ്ങൾ എങ്ങനെ വേണം നിങ്ങൾക്കത് എഴുതാം, പക്ഷെ നിങ്ങൾ എഴുതുന്ന കണ്ടന്റ് വളരെ എഫക്റ്റീവായിട്ട് ആ റീഡറിനെ കൺവേ ചെയ്യാൻ പറ്റിയെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല റൈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. കാരണം ഒരുപാട് ക്ലീഷേ കൈൻഡ് ഓഫ് റൈറ്റിങ്ങിനിടയിൽ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ലെറ്റർ കാണുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എക്സാമിനർ ഇംപ്രസ്ഡ് ആവും. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന അറിയില്ല, ഒരു ഇൻസ്റ്റൻസ് നമ്മൾ April 9th നമ്മുടെ റെഗുലർ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ഐ നോട്ട് മെൻഷനിങ് ഹെർ നെയിം എനിവേസ്. അപ്പം ഷീ വാസ് റിയലി ഹാർഡ് വർക്കിംഗ്. ഭയങ്കര നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ മൊഡ്യൂൾസിനും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള എല്ലാ ലെറ്ററും ഡെയിലി എഴുതി, അതിൻ്റെ റീറൈറ്റ്സ് എഴുതി, അത് കറക്ഷൻസ് വാങ്ങിച്ച് പല രീതിയിൽ എങ്ങനെയൊക്കെ അതിൽ ആ കുട്ടിയുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി കൊണ്ടുവരാമെന്ന് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ അടുത്ത് കറക്ഷൻസ് വാങ്ങിച്ച് തന്നെ എക്സാം എഴുതാൻ പോയൊരു കുട്ടിയായിരുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഷി കുഡിൻ കംപ്ലീറ്റ് ദ എക്സാമിനേഷൻ. ലൈക്ക് റൈറ്റിംഗ്, ഇപ്പം റൈറ്റിംഗ് റീഡിംഗ് ലിസണിംഗ് കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ റൈറ്റിംഗ് ആയപ്പോൾ ഷി ഹാഡ് സം ഫിസിക്കൽ ഇഷ്യൂസ് ആൻഡ് she couldn't complete the writing as such. റൈറ്റിംഗ് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യാനേ പറ്റിയില്ല. അപ്പം റൈറ്റിങ്ങിന് ഒരു 80% അപ്പം എനിക്ക് തോന്നുന്നു ഒരു റെക്കമെൻഡേഷൻ പാരഗ്രാഫോളം ആ കുട്ടി എഴുതിയിട്ടുള്ളൂ. അപ്പം അത്രയ്ക്കൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുട്ടിക്ക് എക്സാമിനേഷൻ ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം സ്പീക്കിംഗ് എഴുതാൻ പറ്റിയില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. She got 370 and 384 reading and listening. So you can understand her caliber അല്ലേ. അപ്പം അതും നന്നായിട്ട് വർക്ക് ചെയ്ത് തന്നെയാണ്. ഒരു ഇന്നേറ്റ് ടാലന്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവണം, പക്ഷെ അതിനുപരി the effort she has put was tremendously appreciable. അപ്പം എന്താണ് ആ റൈറ്റിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക.
ഒരു ലേ ഔട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ലെറ്റർ ഉണ്ട്, നിങ്ങൾക്ക് എത്ര സ്കോർ പ്രതീക്ഷിക്കാൻ പറ്റും? 250, 240, 200. കാരണം നമ്മൾ എന്താണെങ്കിലും ആ ലേ ഔട്ട് ഫിനിഷ് ചെയ്തില്ല, ലെറ്ററിന് അതിൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ടല്ലേ, ആ ഫോമാറ്റ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തെഴുതിയെന്ന് പറഞ്ഞാലും ആ ലാംഗ്വേജിനെ അല്ലെങ്കിൽ ആ ഒരു സ്കോറിങ്ങിനെ ബാധിക്കും. ബട്ട് സ്റ്റിൽ ഷീ കുഡ് ഗെറ്റ് 300. ആ പാസ് സ്കോറിലേക്ക് എത്താൻ പറ്റി. ഇഫ് ഷീ കുഡ് ഹാവ് ഫിനിഷ്ഡ് ചിലപ്പോൾ അത് 350 അബവ് 360 370 റേഞ്ചിൽ വന്നേനെ. അതാണ് റീഡിംഗ് ലിസണിങ്ങിൻ്റെ സ്കോർ ഞാൻ പറഞ്ഞത് അല്ലേ. അതും ഒരിക്കലും ഫേക്ക് റിസൾട്ട് അല്ല 370 380 എന്ന് പറയുന്നത്, അത് നാച്ചുറലായിട്ടൊരു സ്കോർ തന്നെയാണ്. അപ്പം ഈ പറയുന്ന 380 370 വാങ്ങിച്ചതിൻ്റെ കുട്ടിക്ക് ആ റേഞ്ചിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു 50 ഡിഫറൻസ് മാക്സിമം വരാവുള്ളൂ അല്ലേ. ഒരു 400 ലിസണിങ്ങിന് വാങ്ങിക്കുന്ന ഒരാൾക്ക് 360 370 എങ്കിലും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും വരണം. അതാണ് ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് റീഡിങ് ലിസണിങ് മാത്രം ഒരു കുട്ടിക്ക് എക്സ്ട്രാ കഴിവുണ്ടാവില്ല അല്ലേ. അത് എല്ലാം ലാംഗ്വേജ് തന്നെയാണ്. ഇപ്പം റീഡിംഗ് ചെയ്യുന്ന ആൾക്ക് is expected to have a good listener should have good speaking capability. അപ്പോൾ എല്ലാം ടാലി ആയിട്ട് വരണം. good store of vocabulary for the reader. 400 460 റീഡിംഗ് ലിസണിങ് കിട്ടുന്ന ഒരാൾക്ക് എങ്ങനെ 300ഉം 320ഉം അല്ലെങ്കിൽ 350ഉം ഒക്കെ സ്പീക്കിംഗ് റൈറ്റിംഗ് മൊഡ്യൂളിന് വരുന്നു നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ദാറ്റ് ഈസ് അനദർ പാർട്ട്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ കുട്ടിക്ക് ലേ ഔട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഷീ കുഡ് ഗെറ്റ് a score of 300 for writing, and that was just because of the language that she had. And we were so sad that she couldn't finish the speaking. അത് അടുത്ത എക്സാമിനേഷന് ആ കുട്ടിക്ക് ക്രാക്ക് ചെയ്യും ഫോർ ഷുവർ, വാട്ട് എവർ ഇറ്റ് ബി. ഞാനത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ലേ ഔട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ലെറ്ററിന് പാസ് സ്കോറായ 300 കിട്ടിയെങ്കിൽ that is purely a language test, and that is the reason why we are presenting you with model answers to make a change, to make yourself updated. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക, പ്രസൻറ്റ് ചെയ്യുക. സോ റൈറ്റ് അവേ ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത ഒരു ഇൻട്രൊഡക്ഷൻ വായിച്ചു തരാം, ആൻഡ് ഓൾസോ ദ റെസ്റ്റ് ഓഫ് ദ കണ്ടന്റ്. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡ്യൂസിംഗ് മിസ്റ്റർ ജെറമി Cuthbertson, a 76-year-old, to transfer to your facility for the continuation of care and management. So definitely ഇതൊരു ലൈക്ക് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ. ഡെഫിനറ്റ്ലി ദർ ഇസ് നത്തിങ് എന്താ പറയുക, ഒരുപാട് ലാംഗ്വേജ് സ്കിൽ ഉപയോഗിച്ച സെൻറ്റൻസ് അല്ല. ഇറ്റ് ഈസ് ടു സ്ട്രൈറ്റ്, ബട്ട് വി ഹാവ് റീഅറേഞ്ച് സെൻറ്റൻസ് അല്ലെങ്കിൽ വേർഡ് ഓർഡറും അതിൻ്റെ ആ ഒരു സെൻറ്റൻസ് ഫോർമേഷനും. ദിസ് ഇസ് ഇവിടെ ഞാൻ ഉപയോഗിച്ച് ഗ്രാമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ജെറണ്ട് എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണ്. ജെറണ്ട് സെൻറ്റൻസസ് ING വെർബ് വെച്ച് ING വെച്ച് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സംതിങ് ഇന്നോവേറ്റീവ്. ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ്, യുണീക്ക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് എപ്പോഴും പ്രതീക്ഷിക്കുക, നിങ്ങൾ ട്രൈ ചെയ്യുക. ഗെറ്റ് പ്രോപ്പർ കറക്ഷൻസ് ടു. ഓക്കെ, ആൻഡ് ലേറ്റ്ലി ഇൻട്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ലേറ്റ്ലി ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് പാർക്കിൻസൺസ് ഡിസീസ്. ദാറ്റ്സ് ഇറ്റ്. വളരെ സിമ്പിളാണ്, പ്രിസൈസ് ആണ്, കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങളും നല്ല രീതിയിൽ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് കുട്ടികളാണെങ്കിലും നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലതാ മോശമോ നടക്കട്ടെ അല്ലേ, സ്റ്റുഡൻസ് ദോസ് ഹാവ് റിട്ടൺ എക്സാമിനേഷൻ ടുഡേ ക്യാൻ just mention your introduction. We will have a discussion on that also. Yes. Okay, fine. So moving to the next paragraph, Mr. Cuthbertson has been anxious about his condition and his subsequent symptoms, such as loss of coordination, poor balance, that pulled him to depression. Full stop. Today, on follow-up, his mood appears. Today എഴുതുമ്പോൾ നമ്മളെല്ലാം പ്രസൻറ്റിൽ പറയാം അല്ലേ. ടുഡേ ഓൺ ഫോളോ അപ്പ് ഹിസ് മൂഡ് appears low and is disturbed regarding his restriction to drive. ഇവിടെ എല്ലാം നമ്മൾ ആ കേസ് നോട്ടിൽ നിന്ന് ഒന്ന് വ്യത്യാസം വരുത്തി പാരാഫ്രൈസസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, എക്സാമിനേഷൻ എഴുതിയ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതേ ഫോർമാറ്റിൽ കേസ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫോളോ ചെയ്യാതെ ഒന്ന് മാറ്റി എഴുതി. Okay, so since I always wanted to know about the results, definitely. Okay, we'll check and see. Yes, this was a sentence. Today, on follow-up, his mood appears low and is disturbed regarding his restriction to drive. Additionally, he is worried about his independence and self-reliance. In spite of his management on daily life activities, he poorly could help himself to swallow food and often forgets to take medication. And this is all about the first body paragraph. Can I take a tissue? And on examination, his movement noticed slow and rigid with tremors.
however, is good in memory skills. His diagnosis revealed depression, or his diagnosis revealed again. His diagnosis reveals depression, which is out of Parkinson's disease determination. Okay, can I make a note on it? Yeah, Actually, ഞാനാണ് ഈ ലെറ്റർ സ്പീഡിൽ എഴുതിയത്. സോ ഐ ഫൊർഗെറ്റ് ദ ഫാക്ട് ദറ്റ് ടുഡേ റീസെൻ്റ്ലി എന്നുള്ള കാര്യം ഞാൻ മറന്നിട്ട് ഐ ടോട്ടലി റോട്ട് ഇറ്റ് ഇൻ ദ past tense. So he has given me a lot of correction based on that. So that's why he's getting a little confused, it seems. Yep, it's fine. So moving to the social history. He is divorced and has no contact with relatives. He is a known case of hypertension. However, it is conservatively managed with amlodipine. Then the last recommendation paragraph. Upon transfer on 10 January 2022, please strictly make sure his current medication, levodopa, Actually, we have mentioned it. levodopa and carbidopa 25 mg 3 times daily, along with dietary compliance. Former needs more attention on its reaction and side effects such as insomnia. If required, inform doctor for further management. Please check his intake of high protein food and dairy products. Full stop. It is important to continue physiotherapy for physiotherapist and by physiotherapist and accompany him on coming appointments. That's it. Or you can mention the current medications towards the end. Off not പറഞ്ഞിരുന്നതിന് പ്രശ്നമില്ല. That's it. So ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പെട്ടെന്ന് ഞങ്ങൾ സ്റ്റുഡൻസിന് കളക്ട് ചെയ്ത് എഴുതിയ ഇൻട്രൊഡക്ഷൻ ആണ്. ഇറ്റ് മൈറ്റ് ഹാവ് സം, വി മൈറ്റ് ബി മിസ്സിങ് സം ഇൻഫർമേഷൻ, ബട്ട് 99% എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റ് ചെയ്യാം. ഓൾസോ നമുക്ക് നാളെ ഈ സെയിം റൈറ്റിംഗ് ഡിസ്കഷൻ നമുക്ക് യൂട്യൂബിൽ സ്പെഷ്യൽ റൈറ്റിംഗ് ഡിസ്കഷൻ ആയിട്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ഇടുന്നതാണ്. സോ ഐ തിങ്ക് ദാറ്റ്സ് ഓൾ അബൌട്ട് ദ റൈറ്റിംഗ് ഡിസ്കഷൻ ടുഡേ. All right. We've got speaking, alle? Yes, we got few messages as well. Ivide YouTube la will Canada expect, sorry, you meant accept, I guess, accept 6.5 with minimum 5.5. I think student visa aanu nokkunengil it is better you need 6, a minimum of 6 and if you have just passed +2, it yes, might be accepted alle. Yes, +2 pass aaya student aanengil namukku courses on different types again of courses. It depends upon the college, course and the area that you choose. Exactly. All right, so I'm sorry that like last time I was promising the students that njan the role play cards, at least exam inde role play cards il orenamengilum present ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. But unfortunately നമുക്ക് നമ്മുടെ ടൈമിൻ്റെ കൺസ്ട്രെയിൻസ് കാരണം എക്സാമിനേഷൻ്റെ കാർഡ്സ് നമുക്ക് യൂട്യൂബിൽ ലാസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ളത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ ഡു അക്സെപ്റ്റ് ഇറ്റ്. സോ നമ്മളെപ്പോഴും നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി വീവ് ബീൻ പ്രാക്ടീസിങ് ഇറ്റ് ഇൻ അവർ റെഗുലർ കോഴ്സസ്, റെഗുലറും ഓൺലൈൻ കോഴ്സസിലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് റീസെൻറ്റ് എക്സാം ടോപ്പിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. But we couldn't bring it to you all. So what I did was like I randomly presented 2-3 cards in the Telegram group. So definitely നമ്മളെല്ലാം അല്ലെങ്കിലും അത്യാവശ്യം ഉള്ള കാർഡ്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓൾറൈറ്റ്, സോ ഇന്നത്തെ എന്തൊക്കെയായിരുന്നു ടോപ്പിക്സ്? നമുക്ക് ടൈപ്പ് 2 ഡയബറ്റിസ് ആയിട്ടുള്ള പേഷ്യൻറ്റ് ന്യൂമോകോക്കൽ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സിനാരിയോ ഉണ്ടല്ലേ. ഈ ഒരു കാർഡിനാണ് എനിക്ക് ലോട്ട് ഓഫ് അപ്രിസിയേഷൻ കിട്ടിയ ഒരു കാർഡാണ്. കാരണം വെരി ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ വാക്സിനേഷൻ കാർഡ്സ് എല്ലാം ചെയ്യാറുണ്ട്. സോ ബൂസ്റ്റർ ടെറ്റനസ് വാക്സിൻ ആയാലും ന്യൂമോകോക്കൽ പോളിസാക്കറൈഡ് വാക്സിൻ എന്ന് പറഞ്ഞ കാർഡാണെങ്കിലും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചിക്കൻ പോക്സ് വാക്സിൻ കാർഡ്സ്, ഇതെല്ലാം നമ്മളിവിടെ ലാസ്റ്റ് ടൈമിൽ നമ്മൾ കണ്ടിന്യൂസ് ഒരു ദിവസം ഫുൾ സ്പീക്കിംഗ് ഇരുന്ന് നമ്മളിതൊക്കെ കവർ ചെയ്തതാണ്. സോ അതിനാണ് ലൈക്ക് ഐ ഗോട്ട് എ ലോട്ട് ഓഫ് അപ്രിസിയേഷൻ. ഐ എം വെരി പ്രൗഡ് ടു സേ. സോ അത് ഈ വട്ടം ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് എ ക്വൈറ്റ് ഈസി കാർഡ്. അപ്പം ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി എൻ്റെ പ്രീവിയസ് കാർഡിൽ ദ പേഷ്യൻറ്റ് വാസ് ക്വൈറ്റ് കൺസേൺ ദറ്റ് ഫ്ലൂ ഷോട്ട് പോരെ, ഞാൻ ഫ്ലൂ ഷോട്ട് എടുക്കാറുള്ള ആളാണ്, അപ്പം ഈ ഒരു വാക്സിൻ ആവശ്യമുണ്ടോ? അപ്പോൾ ദാറ്റ് ഈസ് അഗൈൻ എ ബാക്ടീരിയൽ ആൻഡ് വൈറസ് ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ഓഫ്. ഓൾറൈറ്റ്, പിന്നെ that was one card which was there in the examination. പിന്നെ സെക്കൻഡ് കാർഡ്, രണ്ടാമത്തെ കാർഡ് എന്തായിരുന്നു? ആരെങ്കിലും കമൻറ്റ് ചെയ്യാവോ എന്തായിരുന്നു എന്നുള്ളത്? സെക്കൻഡ് കാർഡ്
So I'll check it. Alright, so 4-year-old girl who has been treated in the emergency department for an undisplaced fracture in the middle third of her clavicle collarbone. He has had a sling put on and is now ready to be discharged. ഈ സ്ലിങ്ങിൻ്റെ ഒരു കാർഡ് ദിസ് വാസ് ഇൻ ദ കണ്ടീഷൻ ബട്ട് സ്ലിങ്ങിൻ്റെ ഒരു കാർഡ് ശരിക്കും ഇതിന് മുന്നേ ഉണ്ടായിരുന്നതാണ്. ലൈക്ക് അതിൻ്റെ റെക്കമെൻഡേഷൻ ദ സെൻറ്റൻസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് അത് അധികം അനക്കരുതെന്നും പ്ലീസ് ഡു നോട്ട് അലൗ ഹിം ടു ഗോ ടു സ്കൂൾ ഓർ എനി പ്ലേ സ്കൂളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്നും. സോ കണ്ടീഷൻ മാത്രം മാറ്റിയിട്ടാണ് ഈ വട്ടം എനിക്ക് തോന്നുന്നു സിനാരിയോ ആൻഡ് ദ ഡീറ്റെയിൽ സെറ്റ് ചെയ്തിരുന്നത്. ഇറ്റ് വാസ് എ ക്വൈറ്റ് ലോങ് കാർഡ്. സോ സമയം തികയ്ക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വിചാരിക്കുന്നു. And gallbladder. Comment from Anju regarding speaking. Okay. Speaking, advise patient about diet and changes in dietary pattern. How is for cholecystectomy? Yes. Other one is pneumococcal vaccination, which I have already said. Cue card were discussed, so it was so easy. Thank you so much, Anju. This was, I think, yes. As I mentioned, ഇത് തന്നെയാണ് പൊതുവേ നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞത്. And I'm so happy to listen from all of you. Okay, so gallbladder surgery base ചെയ്തിട്ടൊരു കാർഡ് ഉണ്ടായിരുന്നു. And was dietary advice and also to relieve symptoms like pain, bloating, nausea after eating. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടൊരു കാർഡ്. Again, these all are not so new cards അല്ലേ, ഇതൊന്നും പുതിയ കാർഡ്സ് അല്ല. In the sense they have modified it, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എക്സാം കാർഡ്സ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലുള്ള കാർഡ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ടുള്ള കാർഡ്സ് ആണ്. ഓക്കെ, സോ നമുക്കൊരു സ്റ്റോർ ഓഫ് കാർഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ സ്പീക്കിങ്ങിന് വേണം എന്ന് പറഞ്ഞു വരുന്ന സ്റ്റുഡൻസിന് എനിക്ക് എന്താണെന്നറിയില്ല, ഞാനൊരു 200% ഓഫ് കോൺഫിഡൻസ് ആണുള്ളത്. അത് ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസും പറയാറുണ്ട്. സോ yeah, another one is that 32-year-old patient who was admitted overnight for monitoring following his or her arrival with chest pain and dizziness yesterday. All tests have proved negative, but he or she is still being monitored by ECG, echo, electrocardiogram. You have come to do clinical observation card, but it is quite lengthy card. നല്ല ലെങ്തി ആയിട്ടുള്ള കാർഡാണ്. സോ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ള കാർഡ്സ് പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ യൂഷ്വലി സ്റ്റുഡൻസിനോട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്, നിങ്ങൾ കാർഡിൻ്റെ ലെങ്ത് കണ്ട് നമ്മളുടെ സ്പീക്കിംഗ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ വലിയൊരു ലെങ്തി കാർഡാണെങ്കിൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് തൊട്ട് വി ഹാവ് ടു ആക്സിലറേറ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് യുവർ പേസ്, കൂടുതലൊന്ന് ഫാസ്റ്റ് ആക്കുക, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെയാണ് കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക്. പക്ഷേ ലാംഗ്വേജ് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് ഇംപ്രസ് ചെയ്ത സ്റ്റുഡൻസിന് 380 കിട്ടിയിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഷുഡിൻറ്റ് കംപ്ലീറ്റ് ദ ടാസ്ക്. എപ്പോഴും ആ 380 കിട്ടിയ കുട്ടീനെ സിമ്പിളായിട്ട് 400 കിട്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇഫ് ഷീ മൈറ്റ് ഹാവ് കംപ്ലീറ്റഡ് ദ ടാസ്ക്. ഓക്കെ, so that is the difference. Again, another card is you see the parent of 6-year-old baby who has been admitted to a ward from the emergency department for the bowel falls in on itself and obstruction. All right, the child, okay, the card is about intravenous line and nasogastric tube inserted. Okay, nasogastric tube insertion and എന്താ പറയുക ഇൻട്രാവേനിയസ് ലൈനും ആയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഇൻസേർഷൻ ആൻഡ് റിമൂവൽ നമ്മുടെ എല്ലാ സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ആ ഒരു സെഷൻസിലും ഞാൻ വളരെ പ്രത്യേകമായി നോട്ട് ചെയ്യാൻ പറയുന്ന കുറച്ച് കാർഡ്സിൽ ഒന്നാണ് ഇൻസേർഷൻ റിമൂവൽ, പോസ്റ്റ് ഓപ്പറേഷൻ, പ്രീ ഓപ്പറേഷൻ സർജറി, പ്രീ ഓപ്പറേഷൻ പ്രിപ്പറേഷൻ and vaccination, advice on trip, mother-child or father-child scenario, then skin allergy, based on some skin allergy, chest infection, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസേർഷൻ റിമൂവൽ, ഡയബറ്റിസ്. ദീസ് ആർ വെരി വെരി കോമൺ കാർഡ്സ്. സോ കൃത്യമായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന സെൻറ്റേഴ്സിൽ പ്രോപ്പറായിട്ട് ഈ എക്സാംസ് അത് വ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാർഡ്സ് തന്നെയായിരിക്കും തരിക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്പീക്കിംഗ് ഒരു പ്രശ്നമായി വരത്തേയില്ല. So I'm not going to discuss all the cards here. Your patient is 20-year-old and is recovering following an appendectomy earlier today due to a ruptured appendix. He or she had a cannula inserted to administer antibiotics. See, again a cannula insertion. Adinte details പറയുന്ന കാർഡ്. See, it's very common, it's predictable. അല്ലാതെ ഇതിന് എന്താ പറയുക, നമുക്ക് സ്പെക്കുലേഷൻ ചെയ്യാനായിട്ട് വേറെ ഒന്നും വേണ്ട. എക്സാമിനെ കണ്ടിന്യൂസ് ആയിട്ട്
ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. അതിൽ പ്രത്യേകിച്ച് ഒരു കഴിവും വേണ്ട. എൻ്റെ അടുത്ത് ചില സ്റ്റുഡൻസ് ഈ വട്ടം സ്പെക്കുലേഷൻ ഉണ്ടോ എന്തൊക്കെയായിരിക്കും കാർഡ്സ്. ഐ എം നോട്ട് ദ വൺ ഹു ഇസ് പുട്ടിംഗ് ദ കാർഡ്സ്, ബട്ട് കോൺസ്റ്റന്റ് ഒബ്സർവേഷൻ ഓൺ ദ examination cards will definitely give you an idea about what would be the next or what we can expect in the next time. Okay, so that is it. Anyway, I think we have given a small idea about the cards, and I cannot promise. Last time I promised you പക്ഷേ എനിക്ക് present ചെയ്യാനായിട്ട് പറ്റില്ല. But if the time permits, definitely we would give you a presentation on the cards. I think this Monday itself. This month itself we will most probably present the card, and that would be definitely useful for you. Yes. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ആ യൂസ്ഫുൾ ഐ മീൻ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സെൽഫ് പ്രിപ്പയർ ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസിന് പ്ലെൻറ്റി ഓഫ് കാർഡ്സ്, എക്സാം കാർഡ്സ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ഗോ ത്രൂ a യൂട്യൂബ് ചാനൽ, ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് എക്സാം ലെറ്റേഴ്സും. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, എന്തായാലും എക്സാമൊക്കെ കഴിഞ്ഞു, എല്ലാവരും റിലാക്സ് ചെയ്യുക. ഇനി നമുക്ക് 2 weeks കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കാം. അതുവരെ ഹാവ് എ പീസ്ഫുൾ ടൈം. ആൻഡ് ദോസ് ഹു ആർ പ്ലാനിങ് ടു റൈറ്റ് ഓൺ ദ May 28th examination, trigger up, I mean get ready and practice And more. don't get panic. Yes, don't get panic. So Practice and prepare effectively yes, under proper training. നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും എവിടെ പഠിക്കുകയാണെങ്കിലും ക്വാളിറ്റി ട്രെയിനിങ് എൻഷുർ ചെയ്യുക. ദാറ്റ്സ് ഓൾ വി ഹാവ് ടു സേ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇന്ന് എക്സാമിനേഷൻ എഴുതിയ എല്ലാ കുട്ടികൾക്കും നല്ല പോസിറ്റീവ് റിസൾട്ട്സ് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഹായ് തന്ന എല്ലാവരും തന്നെ ഒരു ബൈ പറഞ്ഞിട്ട് ലെറ്റ്സ് വൈൻഡ് അപ്പ്, ഐ ഗെസ്. യെസ്. Okay, so all right, bye-bye. Okay, bye from Anju. Bye. Okay, thanks ma'am. Okay, I couldn't read the name, I'm sorry. Heavenly Vlogs. Okay, Yeah. thanks, thank you so much. Thank Thank you all. you. Yes. So Thank you all to all Facebook and YouTube viewers. Thank you so much. That's me, Harish, and Priyanka Pratas signing out. signing Good night. out. Bye.